എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോൾഡിങ്ങിനെ കുറിച്ചാണ്. അതായത് കഷണ്ടി എല്ലാവർക്കും ഉണ്ട്. ബട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. നമുക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാൽ ഇന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റ് പോലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാനും പറ്റും. ബട്ട് ഞാനിന്ന് പറയാൻ പോണ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് നമ്മുടെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ നമ്മൾ പറയണ പോലെ ഉള്ള മുടി വെച്ചിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളതാണ്. സോ മെൻ ബോൾഡിങ്ങിനെ കുറിച്ചിട്ട് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആദ്യം തന്നെ ഞാൻ രണ്ട് ആൾക്കാരുടെ പേര് പറഞ്ഞതാണ്, ദ റോക്ക്, വാൻ ഡീസൽ. ഈ രണ്ടുപേരുടെ പിക്ചർ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇവരിൽ രണ്ടുപേർക്കും കോമൺ ആയിട്ട് എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും നല്ല കഷണ്ടിയാണ്, മൊട്ടയാണ്. ബട്ട് ഇവരും ഈ സമൂഹത്തിൽ നല്ല സ്റ്റൈലുള്ള ആൾക്കാരായിട്ടാണ് നീങ്ങളില്ലേ. ഓക്കെ, അവർ ആക്ടേഴ്സ് ആണ്, എല്ലാം നമ്മൾ സംബന്ധിച്ച്. ബട്ട് അവർക്ക് അവരുടേതായ ഒരു ലുക്ക് ഉണ്ട്. സോ ബോൾഡിങ് കൊണ്ടിട്ട് നമ്മൾ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് തന്നെ നമ്മുടേതായ ഒരു ലുക്കും സ്റ്റൈലും ക്രിയേറ്റ് ചെയ്തെടുക്കുക. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ നമ്മുടെ കഷണ്ടി വരുന്ന ഒരു സീൻ വരുമ്പോൾ തന്നെ നമ്മളെപ്പോഴും ഭയപ്പെടാറുണ്ട്. ഇപ്പൊ എനിക്കും എൻ്റെ മുടി വളരെ നല്ല രീതിയിൽ തന്നെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ആദ്യത്തെ ഒരു കട്ടിങ് സ്റ്റൈലൊന്നും എൻ്റെ മുടിയിലില്ല. ബട്ട് ഇതിൽ നമ്മൾ ആദ്യം കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂർ. നമ്മൾ അതിനുള്ള ഒരു ചികിത്സ നേടാന്നുള്ളതാണ്. നമുക്ക് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഒരു ഡോക്ടറിനെ കാണുകയോ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ അടുത്ത് പറയുകയോ ചെയ്തിട്ട് അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ അത് കുറക്കാനുള്ള ഒരു ശ്രമം നടത്താം. ഇനി ഇതിന്റെ ബോൾഡിംഗ് ഉള്ളവരുടെ സ്റ്റൈലിനെ കുറിച്ച് പറയാം. കഷണ്ടി ഉള്ളവർക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നുള്ളതാണ്. മുടി ഒരു 3 ഘട്ടങ്ങൾ, 3 സ്റ്റേജ് ആയിട്ടാണ് ഞാനതിൽ പറയണം. ഒന്നാമെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ആണ്. മുടി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. മുടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു സ്റ്റൈൽ എന്ന് പറയാം അണ്ടർകട്ട് എന്നുള്ള സ്റ്റൈൽ തന്നെയാണ്. അണ്ടർകട്ട് സ്റ്റൈൽ നമുക്ക് ഈ പറഞ്ഞ ഒരു ബാക്ക് പറ്റെടുക്കുന്ന ഒരു സ്റ്റൈലാണ്. ബട്ട് നിങ്ങൾ അണ്ടർകട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിലും നല്ല രീതിയിൽ തന്നെ കുറക്കുക എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ ഒരു ആൾക്കാർക്കുള്ളത്. രണ്ടാമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മുടി കൊഴിഞ്ഞു പോയി ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ കഷണ്ടി നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാന്നുള്ള, ഉള്ള ആ മുടി കൊണ്ടിട്ട് നിങ്ങൾ സ്റ്റൈൽ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഈ പിക്ചറിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള ചെറിയ സ്റ്റൈലുകൾ നമ്മൾ ചെയ്യുക. ഇനി നിങ്ങൾക്ക് മുടി ഫ്രണ്ടിൽ മുടി നല്ല രീതിയിലുണ്ട്, അവസാനം ബാക്കിലെ ഈ ഭാഗങ്ങളിലൊക്കെയാണ് മുടി കൊഴിഞ്ഞു പോണ ഒരു കഷണ്ടി എന്നൊക്കെ നമ്മൾ പറയണ ബാക്കിലെ ഒരു സംഭവത്തിനാണ്. ആ ഒരു രീതിയിലാണ് ഈ ഫ്രണ്ടിലുള്ള മുടി ശരിക്കും വളർത്തി ആ മുടി ഇല്ലാത്ത ഭാഗങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റൈൽ. ഇതും നമ്മളിപ്പോ എല്ലാ ആൾക്കാരും ചെയ്യുന്നുണ്ട്. എന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ കുറച്ച് മുടി ഉള്ളുവെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാൻ നിൽക്കരുത്. കുറച്ച് മുടി ഉണ്ടാണ്, ആ ഉള്ള മുടിക്ക് ഒരു 3 സ്ട്രെങ്ത് ഉണ്ടാണ്. അപ്പൊ അവിടെ നിന്നുള്ള സ്ട്രെങ്ത് ഉള്ള മുടി നമ്മൾ വളർത്തിയെടുത്ത് പുറകിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലോട്ടോ കൊണ്ടുപോകുക. അല്ലെ ഒരു 5-6 മുടി ഉണ്ടെങ്കിൽ അത് മാത്രം ചെയ്യേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. പിന്നെ നല്ല രീതിയിൽ മുടി കൊഴിയുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്റ്റൈലാണ് ബസ്കട്ട്. അടിപൊളി സ്റ്റൈലും ലുക്കും നല്ലൊരു സാധനമാണ്. ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ് ബസ്കട്ട്. എല്ലാവരും തന്നെ മുടി കൊഴിയുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ബസ്കട്ട്. ഒരുപാട് വെറൈറ്റി ഓഫ് ബസ്കട്ട് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും നല്ല ചെയ്യാം. ബട്ട് ഈ കഷണ്ടി ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടി നല്ല രീതിയിൽ കൊഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബിയർഡ് സ്റ്റൈൽ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുക, നല്ലൊരു നിങ്ങളുടെ മുഖത്തിന് ഇണങ്ങണ ഒരു ബിയർഡ് സ്റ്റൈല്, ഒരു നല്ല ഫുൾ ബിയർ, ഒരു മീഡിയം ബിയർഡോ അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് ക്രോപ്പോ എന്തെങ്കിലും ഒരു നല്ലൊരു സംഭവം നിങ്ങൾ വെക്കുക എന്നുള്ളതാണ്. കാരണം മുടി കൊഴിഞ്ഞു പോയാലും താടിയും ഒരു അടിപൊളി ബസ്കട്ടും ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലുക്കായി മാറും. ലാസ്റ്റത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ ചീത്ത പറയായിരിക്കും. ബട്ട് ഇതൊരു ഫാക്റ്റാണ്. മുടി പോയാൽ എൻ്റെ അഭിപ്രായത്തിൽ പൂർണ്ണമായി നിങ്ങൾ മൊട്ടയടിക്കുക എന്നുള്ളതാണ്. ലുക്ക് തന്നെ ഒരു സംഭവമാണ്. ഫുൾ നിങ്ങൾ മൊട്ടയടിച്ച് നോക്കിക്കോ, മുടി നിങ്ങൾക്ക് ഒട്ടും വരാൻ സാധ്യതയില്ല. പൂർണ്ണമായും പോയിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കുറച്ച് മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വേറെ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടതല്ല. പൂർണ്ണമായിട്ടും മൊട്ടയടിക്കുക. സൂപ്പർ സ്റ്റൈലാണ്, സൂപ്പർ ലുക്കാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺലൈനിൽ സെർച്ച് ചെയ്യുക, ഇതിനോട് യോജിക്കുന്ന രീതിയിൽ, അല്ലെ നിങ്ങളുടെ ഫേസ് ഷേപ്പിനോട് യോജിക്കുന്ന ആൾക്കാരുടെ സ്റ്റൈലുകൾ. നമ്മൾ കൂടുതൽ റിസർച്ചുകൾ നടത്തുക. അതായത് ഇപ്പം നമ്മുടെ ഒരു ഫേസ് ഷേപ്പും അതിനോട് യോജിക്കുന്ന വേറെ സെലിബ്രിറ്റികളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്റ്റൈൽ എന്താണെന്ന് നോക്കുക, അവരുടെ ഒരു രീതികൾ എന്താണെന്ന് നോക്കുക, അത് നമ്മൾ ഫോളോ ചെയ്യുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ തീർത്തും മുടിയില്ലാത്ത ആൾക്കാർ പൂർണ്ണമായി മുട്ടയടിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ മാതിരി നല്ല താടി വെക്കുക. അത് ആ താടിയിൽ ശരിക്കും നിങ്ങൾ കുറച്ച് പണി ചെയ്ത് കുറച്ച് സ്റ്റൈൽ ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. ഇത് അടിപൊളി. അപ്പം ഞാൻ പറഞ്ഞ 3 സ്റ്റൈലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ മാതിരി നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് മുടി നട്ടുപിടിപ്പിക്കാനൊക്കെ ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പറ്റും. ബട്ട് ഇപ്പം ഞാൻ കേട്ടിടത്തോളം ഒരു മുടിക്ക് 8 രൂപ എന്നൊക്കെയാണ് പറയാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുടി കൊഴിഞ്ഞു പോണ ഒരു മുടിയുടെ കോസ്റ്റ് എത്രയാണെന്ന് അപ്പോൾ നമ്മൾ ആലോചിക്കണം. നമ്മൾ ദൈവം ഫ്രീ ആയിട്ട് നമുക്ക് അതിനൊരു വിലയില്ല. അപ്പോൾ നമ്മുടെ ഈ ടിപ്പുകൾ, ഈ സ്റ്റൈലുകൾ, ഇതിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള ബസ് കട്ട് തന്നെയാണ്. കാരണം ആ ഒരു മീഡിയം നല്ല രീതിയിൽ കൊഴിഞ്ഞിട്ട് നിങ്ങൾ മുടി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ബസ് കട്ട് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല സ്റ്റൈൽ കിട്ടും. പൂർണ്ണമായി മുടി പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ മുട്ടടിക്കുക, ഒരു ബിയർഡ് വെക്കുക. ഇതൊക്കെയാണ് എൻ്റെ ബോൾഡ് മെൻസിനുള്ള ഹെയർ സ്റ്റൈൽ ടിപ്പ്. ഇനിയും പുതിയ ഫാഷനും സ്റ്റൈലും അടങ്ങുന്ന വീഡിയോ ഞാൻ വരുന്നതാണ്. സ്റ്റേ സ്റ്റാർ.